ഹേ ഗൈസ്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പേടിഎമ്മിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നത്? പ്ലസ് ആ ഒരു വീഡിയോയിൽ കുറേ അധികം ആൾക്കാരുടെ സംശയങ്ങൾ, കുറേ അധികം ആൾക്കാർ കമന്റിലൂടെ ചോദിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് റെക്ടിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നറിയാം. അതായത് RBI കഴിഞ്ഞ ദിവസം 31 ജാനുവരിക്ക് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായി. ആ ഒരു സർക്കുലറിൽ നമ്മുടെ പേടിഎമ്മിൻ്റെ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ഒരു ബാൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടായി. അതായത് അവർ കംപ്ലൈൻസസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ വിഡ്രോയൽസ് എല്ലാം അലൗ ചെയ്യും, പക്ഷേ പുതിയ ഡെപ്പോസിറ്റുകളോ പുതിയ യൂസേഴ്സിനെയോ ഒന്നും 29 ഫെബ്രുവരിക്ക് ശേഷം അലൗ ചെയ്യുന്നതല്ല. കുറേയധികം കാര്യങ്ങൾ ആ ഒരു പ്രസ് റിലീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പേടിഎം RBI ബാൻ ചെയ്തു എന്നാണ്. ആക്ച്വലി പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പേടിഎമ്മിന്റെ അസോസിയേറ്റ് കമ്പനിയിലാണ് ഈ ഒരു RBI ബാൻ ഇമ്പോസ് ചെയ്തത്. സോ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത് മിസ്ഇൻഫർമേഷൻ ആണ്. സോ പേടിഎം അല്ല, പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ആണ് ഈ ഒരു ബാനിന്റെ അടിയിൽ വന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന 80% കാര്യങ്ങളും ശരിയായിരുന്നുവെങ്കിലും ഒരു 20% കാര്യങ്ങൾ പറഞ്ഞതിൽ കുറച്ചധികം മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു സർക്കുലറിൽ പറഞ്ഞിരുന്നത് 29 ഫെബ്രുവരിക്ക് ശേഷം പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ അടിയിൽ വരുന്ന പേടിഎമ്മിന്റെ വാളറ്റ്, പേടിഎമ്മിന്റെ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, NCMC കാർഡ്, UPIs, ഫാസ്ടാഗ് ഇതൊന്നും പ്രവർത്തനമാവില്ല എന്നായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നുവെങ്കിലും ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേടിഎമ്മിന്റെ CEO ട്വിറ്ററിൽ അഥവാ Xൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. സോ വിജയ് ശേഖർ ശർമ്മ പേടിഎമ്മിന്റെ ട്വിറ്ററിൽ ഇട്ടിരുന്ന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ടു എവറി പേടിഎമ്മർ, യുവർ ഫേവറേറ്റ് ആപ്പ് ഇസ് വർക്കിംഗ്. വി വിൽ കീപ് വർക്കിംഗ് ബിയോണ്ട് 29 ഫെബ്രുവരി ആസ് യൂഷ്വൽ. അതായത് 29 ഫെബ്രുവരിക്ക് ശേഷവും നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഐ വിത്ത് എവറി പേടിഎം ടീം മെമ്പർ സല്യൂട്ട് യു ഫോർ യുവർ റിലന്റ്ലെസ് സപ്പോർട്ട്. ഫോർ എവറി challenge there is a solution and we are sincerely committed to serve our nation in full compliance. India will keep winning in global accolades in payment innovation and inclusive financial services with Paytm Karo as the biggest champion of it എന്നായിരുന്നു ട്വീറ്റ്. സോ ബേസിക്കലി ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ് സത്യമായത്. അതായത് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു എൻറ്റിറ്റിയിലാണ് ഈ ഒരു കംപ്ലയിൻസ് പ്രശ്നങ്ങളൊക്കെ വന്നത്. സോ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ബാങ്ക് മാറ്റി പകരം ഒരു തേർഡ് പാർട്ടി ബാങ്ക് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുവാണെങ്കിൽ ഫെബ്രുവരി 29 ശേഷവും ഇപ്പോൾ പേടിഎം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ വർക്ക് ചെയ്യുമെന്ന് ആൻഡ് ആ ഒരു കാര്യം സത്യമായിരിക്കുവാണ്. പേടിഎം ബാൻ ഇപ്പോൾ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഫെബ്രുവരി 29 ശേഷം ലഭിക്കാത്ത സർവീസുകളെല്ലാം വീണ്ടും ലഭിക്കാൻ വേണ്ടി തേർഡ് പാർട്ടി ബാങ്കുകളുമായിട്ട് ടൈ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം വരാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണി പേടിഎമ്മിന്റെ കയ്യിൽ സേഫ് ആണ് എങ്കിലും ഫോർ ദ സേഫർ സൈഡ് നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പേടിഎമ്മിന്റെ അകത്തുള്ള പല സർവീസുകളും പല തേർഡ് പാർട്ടി ബാങ്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സോ ഓൾറെഡി പല സർവീസസിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയിട്ട് പാർട്ണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത്രയും ഒരു ടൈം ഡിലേ വരില്ല വേറൊരു പാർട്ട്ണർ ബാങ്ക് ഈ ഒരു കാര്യം ഏറ്റെടുക്കാനായിട്ട്. നിങ്ങൾക്കറിയാവുന്ന ഈ ഒരു പേടിഎം 2010 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ആൻഡ് 2012 ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആയിട്ട് മാറി. ആൻഡ് നിങ്ങൾക്ക് ആ സമയത്ത് മൊബൈൽ റീചാർജുകൾ ചെയ്യാനായിരുന്നു പേടിഎം മോർ യൂസ്ഫുൾ ആയിരുന്നു. പിന്നീട് സ്ലോലി 2014 വാളറ്റ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേടിഎം വാളറ്റിലേക്ക് പൈസ ആഡ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ പേടിഎം വാളറ്റിൽ നിന്നും നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേടിഎം വാളറ്റിലേക്ക് ഡയറക്റ്റ്ലി മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വാളറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. 2015 ഈ ഒരു വാളറ്റ് സിസ്റ്റത്തിനെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഷോപ്പ് കീപ്പേഴ്സിന് കൊടുക്കാനായിട്ട് തുടങ്ങി. ഷോപ്പ് കീപ്പേഴ്സിന് ഒരു QR കോഡ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്മേൽ സ്കാൻ ചെയ്ത് പേടിഎം വഴി പേയ്മെന്റ്സ് ഷോപ്പ് കീപ്പേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നു. ആൻഡ് 2017 പേടിഎം അവരെ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് സ്ഥാപിച്ചു. അതിനുള്ള ലൈസൻസ് കിട്ടി. അതോടൊപ്പം തന്നെ അവർ ഫാസ്ടാഗും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് 2019 അവരുടെ ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ആ ഒരു സൗണ്ട് ബോക്സും ലോഞ്ച് ചെയ്തു. ആൻഡ് ഈ 2017 വന്ന പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെതിരെയാണ് നമ്മുടെ ഗവൺമെന്റ് ആ ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. സോ ബേസിക്കലി പേടിഎം എന്ന് പറഞ്ഞ ആപ്പിന്റെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. ആൻഡ് 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ അടിയിലാണ് ഈ ഒരു പേടിഎം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് അതിൽ ഒരു അസോസിയേറ്റ് കമ്പനി മാത്രമാണ് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡ്. ഇനി ആ വീഡിയോയിൽ പല ആൾക്കാർക്കും പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പേടിഎമ്മിന്റെ ഒരു ഫാസ്ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരി 29 ശേഷം അതിലേക്ക് എമൗണ്ട് ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറെ ഫാസ്ടാഗ് ഓൾട്ടർനേറ്റീവ്സ് നോക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിരിക്കുവാണ്. സോ പേടിഎം ഒഫീഷ്യലി പറഞ്ഞിരിക്കുവാണ്, പേടിഎമ്മിന്റെ ഫാസ്ടാഗുകൾ 29 ശേഷവും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യും. അതായത് പേടിഎം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് പേടിഎം പല ബാങ്കുകളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. 29 ശേഷവും നിങ്ങളുടെ പേടിഎം ഫാസ്ടാഗ്സ് നോർമലി വർക്ക് ചെയ്യും.
വാളറ്റിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഫാസ്ടാഗുകൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളൊരു മെർച്ചൻ്റ് ആണ്, നിങ്ങളുടെ കയ്യിലൊരു POS മെഷീൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു സൗണ്ട് ബോക്സ് ഉണ്ട്, അത് വർക്ക് ചെയ്യുമോ? സോ മെർച്ചൻസിൻ്റെ പേയ്മെൻറ്റ് സർവീസസ് ഇമ്പാക്റ്റ് ആയിട്ടില്ല. പേടിഎമ്മിൻ്റെ കാർഡ് മെഷീൻ ഇതെല്ലാം തന്നെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് പുതിയ ഓഫ്ലൈൻ മെർച്ചൻസിനെയും അവരെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ NCMC കാർഡ്സിനും വരുന്നത്. യെസ്, NCMC കാർഡ്സിൽ ഓൾറെഡി ഉള്ള ബാലൻസ് എന്താണോ ആ ഒരു ബാലൻസ് അവിടെ തന്നെ ഉണ്ടാകും. ആൻഡ് ഇനിയും ഫെബ്രുവരി 29 ശേഷവും അത് അങ്ങനെ തന്നെ പോകും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേടിയായിരുന്നത്, ഞാൻ പേടിഎമ്മിലൂടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം പോകുമോ? അതെല്ലാം പേടിഎം മണിയിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സേഫ് ആണോ? ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പേടിഎം മണി ആൻഡ് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ RBI വന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ അടിയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അഫക്റ്റ് ആവുള്ളൂ. സോ നിങ്ങളുടെ ഈ മ്യൂച്വൽ ഫണ്ട്സും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സും NPSും ഇതൊന്നും തന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതെല്ലാം അവിടെ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. കാരണം ഞാൻ നോക്കി, പേടിഎം മണി എന്ന് പറയുന്നത് സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. സോ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. സോ ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് അടിയിൽ വരുന്നതാണ് പേടിഎം ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇനി തൊട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ലേ എന്നും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗോൾഡ് ബൈ ചെയ്യാനും ഗോൾഡ് സെല്ല് ചെയ്യാനൊക്കെ പേടിഎം ആപ്ലിക്കേഷൻ സാധിക്കും. ഇതിനും പേടിഎം പേയ്മെന്റ്സ് ബാങ്കായിട്ട് യാതൊരു റിലേഷനും ഇല്ല. 31-ാം തീയതി ഒരു സർക്കുലർ RBIയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം 1-ാം തീയതി ആ ഒരു പേടിഎം രാത്രി അവരുടെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വായിച്ച് ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു, കുറച്ച് ടൈം എടുത്തു. ആൻഡ് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഒരു കാര്യം പോസ്റ്റ് ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നടന്നു. ആൻഡ് ഇപ്പോഴും RBIയുടെ ഭാഗത്തുനിന്ന് പുതിയ സർക്കുലറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അന്ന് വന്ന സർക്കുലർ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു പേടിഎമ്മിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം വന്നു. ആൻഡ് ആക്ച്വലി ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ പേടിഎമ്മിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. സോ ആ കമൻറ്റ് വന്ന് ഇങ്ങനെയായിരുന്നു: കൈൻഡ്ലി നോട്ട്, പേടിഎം ആപ്പ് ആൻഡ് ഇറ്റ് സർവീസ് ആർ ഫുള്ളി ഓപ്പറേഷണൽ, വിൽ കണ്ടിന്യൂ ടു വർക്ക് ആഫ്റ്റർ Feb 29th. ഇൻഫർമേഷൻ മെൻഷൻഡ് ഹിയർ ഈസ് ഇൻകറക്റ്റ് ആസ് പേടിഎം ആൻഡ് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ആർ 2 ഡിഫറെന്റ് എൻറ്റിറ്റീസ്. ശരിയാണ്, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ തുടക്കത്തിൽ പേടിഎം ബാനായി എന്ന് പറഞ്ഞു. പക്ഷേ മീൻസ് കണ്ടിന്യൂ ഞാൻ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. സോ എഗെയിൻ പേടിഎം അല്ല, പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലായിരുന്നു ആ ഒരു RBIയുടെ ഇത് വന്നിരിക്കുന്നത്. പിന്നെ all the services that Paytm was offering in partnership with Paytm Payments Bank will soon be offered in partnership with other third-party banks to ensure continued service of your payments app. അതായത് നിങ്ങളുടെ ഈ ഒരു ക്യാഷും കാര്യങ്ങളെല്ലാം സേഫ് ആണെന്നും ഈ കാര്യങ്ങളെല്ലാം ഈ സർവീസ് എല്ലാം ഇനിയും 29th ശേഷം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലൂടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പേടിഎം പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി പേടിഎം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് വന്നത്. സോ ബേസിക്കലി അവർ വീഡിയോ കണ്ടത് അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ്. ആൻഡ് അവർ വീഡിയോ കണ്ടു എന്നുള്ള കാര്യം തന്നെ എന്താ പറയുക, വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ആൾക്കാർ പേടിഎമ്മിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. ഞാൻ അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തു. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ, കാരണം നമ്മൾ കാരണം മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു ടൈമിൽ ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ്. കാരണം പല ആൾക്കാർക്കും ടെൻഷനായിരുന്നു, മണി റിലേറ്റഡ് കാര്യമാണല്ലോ, അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് സേഫ് ആണോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ പേടിഎമ്മിൻ്റെ ഒഫീഷ്യൽ രീതിയിൽ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.